ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റമദാൻ മാസത്തെക്കുറിച്ചുള്ള ചെറിയ ഓർമ്മപ്പെടുത്തലൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഉച്ചകത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ വരട്ടിയതാണ്. ചിക്കൻ ഞാൻ ആദ്യം എല്ലാ മസാലകളും ഉള്ളിയും എല്ലാം ഒരുമിച്ചിട്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ വരട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി സമയം കളയാനില്ലെങ്കിൽ ഇതുപോലെ ഒരുമിച്ചിട്ട് വെക്കുന്നത് നല്ല എളുപ്പമായിരിക്കും. എന്നാൽ ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ ഓരോ പ്രാവശ്യം കിട്ടുമ്പോൾ പല രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഏതെന്ന് ചോദിച്ചാൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമിനും നോമ്പ് നിർബന്ധമുള്ളതാണ്. അതുകൊണ്ട് കാരണം കൂടാതെ നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളതല്ല. ന്യായമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ റമദാന് നോമ്പ് ഉപേക്ഷിക്കുന്ന അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാവരുത്. കാബേജ് ഉപ്പേരി ആക്കുന്നുണ്ട്. പിന്നെ ഇത് പൂളയും അതുപോലെ എന്താ പറയുക ചേമ്പുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ട് വേവിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് തേങ്ങൻ്റെ കൂടെ വെളുത്തുള്ളിയും കാന്താരിമുളക് ഉണ്ടല്ലോ, ചീരപറങ്കി എന്നൊക്കെ പറയും, അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വെളിച്ചെണ്ണ ഉറ്റിക്കും, അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിന് ഞങ്ങളിവിടെ കൂട്ടാൻ എന്നാണ് കേട്ടോ പറയാറുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, എന്താ പേര് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി വെച്ചിട്ട് വറവിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഈമാനോട് കൂടിയിട്ട് പ്രതിഫലം ആഗ്രഹിച്ച് ആരെങ്കിലും നോമ്പെടുത്താൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അതുപോലെ റമദാനിലെ രാത്രി നിസ്കാരം ഖിയാമുൽ ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ രാത്രി നിസ്കാരത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകിയിരുന്നു. നിർബന്ധമാക്കിയിട്ടില്ലെങ്കിൽ പോലും തറാവീഹ് നിസ്കാരത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പറ്റുമെങ്കിൽ തറാവീഹ് ജമാഅത്തോടു കൂടി നിസ്കരിക്കലാണ് സുന്നത്ത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണല്ലോ റമദാൻ മാസം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുക. റമദാനിൽ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ജിബ്രീൽ അലൈഹിസ്സലാമിന് നബി തങ്ങൾ ഖുർആൻ ഓതി കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ധാരാളമായിട്ട് തന്നെ ഖുർആൻ ഓതുക, ഖത്തം തീർക്കുക, ഒരു തവണയെങ്കിലും പൂർണ്ണമായും ഖുർആൻ ഓതി തീർക്കുക. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം മോമോസ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ്. മഞ്ചേരിയുള്ള ഷവാബിക്കയിലേക്കായിട്ട് വന്നിട്ടുള്ളത്. അത് വൈകുന്നേരം മാത്രമേ ഓപ്പൺ ആക്കുകയുള്ളൂ, ഒരു 4 മണിൻ്റെ ശേഷം. പിന്നെ കുറച്ച് ചെടികളൊക്കെ മാറ്റി നടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ചകിരിച്ചോറും പോട്ടി മിക്സൊക്കെ വാങ്ങാൻ വന്നിട്ടുള്ളതാണ്. ഇതാണ് ചകിരിച്ചോറ്. ഇത് ലൂസായി വാങ്ങിക്കുന്നതാട്ടോ. പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യണം, എന്നിട്ടേ യൂസ് ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെടികളുടെ വേരിനൊക്കെ ഡാമേജ് വരും. പിന്നെ കഴുകിയിട്ടുള്ള ചകിരിച്ചോറ് കിട്ടും, അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. കുറച്ച് പോട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. പുണ്യങ്ങളുടെ പൂക്കാലമായ അനുഗ്രഹങ്ങളുടെ മാസം നമ്മിലേക്ക് അടുക്കാറായി. ക്ഷമയുടെ മാസമാണ് റമദാന്. ക്ഷമയുടെ പ്രതിഫലം സ്വർഗം തന്നെയാണല്ലോ. നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം ഞാൻ തന്നെ നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ വാക്യം നോമ്പിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു. നോമ്പ് നോൽക്കുന്നതോടൊപ്പം തന്നെ ഖുർആൻ പാരായണത്തിനും ദക്കാത്ത് നൽകുന്നതിനും ദാനധർമ്മങ്ങൾക്കും നമ്മൾ ഈ മാസത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഇതാണ് പോട്ടി മിക്സ് 5 കിലോയിൽ വരുന്നത്. ഇതിൽ തന്നെ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതും അത് എങ്ങനെയൊക്കെ യൂസ് ആക്കണം എന്നൊക്കെ ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലം കൂടി നോമ്പ് തുറപ്പിച്ച ആൾക്ക് കിട്ടുന്നതാണ്. എത്രത്തോളം ആളുകളെ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ പറ്റുമോ അവരുടെ എല്ലാ നോമ്പിൻ്റെ പ്രതിഫലം നമുക്കും കിട്ടും. റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന മാസവും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയും എല്ലാവർക്കും സഹായമാവുക, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ, ദിക്റുകൾ, ദുആ ഇതൊക്കെ
നമുക്ക് കൂടുതൽ അധികരിപ്പിക്കുക. പിന്നെ നമുക്ക് സാധിക്കുമെങ്കിൽ റമദാനിലൊരു ഉംറ എന്നത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. റമദാനിൽ ഒരു ഉംറ ചെയ്താൽ ഹജ്ജിൻ്റെ പ്രതിഫലമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടും. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു അലസതയും മടിയും റമദാനിൽ നമുക്കുണ്ടാവരുത്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തള്ളപ്പെടുകയില്ല. നോമ്പ് തുറക്കുന്ന സമയത്തെ പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടുന്നതാണ്. റമദാൻ മുഴുവനും പ്രാർത്ഥനയുടെ മാസമാണ്. രാവും പകലും റബ്ബിനോട് ദുആ ചെയ്യുക. റമദാൻ മുറിവ് പറ്റാതെ നമ്മൾ റമദാനിലേക്ക് ഒരുങ്ങുക. എല്ലാ വർഷത്തിലും ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള നന്മയുടെ വസന്തമാണ് റമദാൻ മാസം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. 1000 മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ ലൈലത്തുൽ ഖദറും ഈ മാസത്തിലാണ്. അതുപോലെ റമദാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. മക്ക വിജയവും റമദാനിലാണ്. ഖുർആൻ അവതരിക്കപ്പെട്ട രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ, അതായത് നിർണയത്തിൻ്റെ രാത്രി. ഈ രാത്രി ചെയ്യുന്ന അമലുകൾ 1000 മാസങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ഉത്തമമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ റമദാനിലേക്ക് വേണ്ടി മാറ്റിവെക്കുക, അതിനായിട്ട് ഒരുങ്ങുക. സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും അതുപോലെ ഫോണിൻ്റെ ദുരുപയോഗവും ഒക്കെ നമ്മൾ അത്യാവശ്യ അവസരങ്ങളിൽ മാത്രം നമ്മൾ ഫോൺ ഉപയോഗിക്കുക. ഫോണിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാൻ ശ്രമിക്കുക. അങ്ങനെ പോട്ടിലേക്ക് പകുതി മണ്ണും അതുപോലെ കരിയിലയുണ്ടല്ലോ അത്, പിന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി പകുതി നമ്മുടെ പോട്ടി മിക്സും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചകിരിച്ചോറും കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ പോട്ടി മിക്സിൽ തന്നെ ഉണ്ട്. ഓരോ ചെടികളും ഓരോ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നമ്മുടെ പോട്ടി മിക്സ് ഒന്ന് നിരത്തിയിട്ട് അമർത്തി കൊടുക്കണം. എളാപ്പൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ചെടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോട്ടിലേക്ക് മാറ്റണം. ഞാനത് വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിനൊക്കെ ഒന്ന് വേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേര് വന്നത് മണ്ണിലേക്ക് വെക്കുമ്പോൾ അത് പെട്ടെന്ന് പിടിച്ചു കിട്ടും. ചെടികളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നനച്ച് കൊടുത്തിട്ട് തണലത്ത് 2 ദിവസം ഇങ്ങനെ തന്നെ വെക്കും. പിന്നെ രാത്രിയിൽ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇക്കയും കൂടിയിട്ട് കോഴിക്കോട് ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സൺഡേ ഒന്നും അല്ല കേട്ടോ, പക്ഷേ ബീച്ചിൽ അപാര തിരക്കേനു. വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ 2-3 റൗണ്ട് അടിച്ചിട്ടാണ് പിന്നെ കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും മാനസിക ദുഃഖം അനുഭവിക്കുന്നവർക്ക് അവരുടെ മാനസിക പ്രയാസമൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദുആ പതിവാക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വ അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വ അഊദു ബിക മിൻ ഒലബത്തി ദൈനി വ കഹ്രി റിജാൽ. അള്ളാഹുവെ, വിഷമദുഃഖങ്ങളിൽ നിന്നും അലസത, ശക്തിക്ഷയം എന്നിവയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഭീരുത്വം, ലുപ്തത എന്നിവയിൽ നിന്നും, കടത്തിൻ്റെ ആധിക്യം, മനുഷ്യൻ്റെ മുഷ്ക് എന്നിവയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു.
ഫുഡൊക്കെ കഴിച്ച് ബീച്ചിലേക്ക് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അവിടുന്ന് പിന്നെ ഒരു 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നപ്പോൾ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ദിവസം കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.